ദൈവത്തിന് മഹത്വം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ഇടയായതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ബോൺ സെർവന്റ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ് ദുബായിൽ നടന്ന പ്രാർത്ഥനായോഗത്തിൽ തിരുവചന അടിസ്ഥാനത്തിൽ ജനത്തോട് സംസാരിച്ച വചനഭാഗമാണ് നാം കേൾക്കുവാൻ പോകുന്നത്. റോമർ 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ അത്രേ, ദൈവം സത്യവാൻ. അതായത് ദൈവവചനം മാത്രമാണ് സത്യം. അതുകൊണ്ട് നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഈ ദൈവവചനം നമ്മുടെ മുൻ അറിവുമായോ പാരമ്പര്യവുമായോ തുലനം ചെയ്യാതെ ദൈവവചനവുമായി മാത്രം തുലനം ചെയ്ത് ബെരോവയിലുള്ള വിശ്വാസികളെ പോലെ ഉത്തമന്മാരായിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. യെശയ്യാവ് 34-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിലൊന്നും ഇണയില്ലാതിരിക്കുകയില്ല. അതുകൊണ്ട് ഈ വചനഭാഗം അതീവ ശ്രദ്ധയോടെ സേവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വേദപുസ്തകം, നോട്ട്ബുക്ക്, പേന എന്നിവയെടുത്ത് ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രീസ്, അതെ പ്രാർത്ഥനാലയം ഒരുക്കുന്ന ഈ സന്ദേശം യേശു ക്രിസ്തുവിന്റെ സിംഹക്കുട്ടികൾ. ഈ സന്ദേശം പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടെ നമുക്കിപ്പോൾ കേൾക്കാം. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മളുടെ ഈ ജീവിതം ഭൂമിയിൽ കർത്താവ് തന്നിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടിയല്ല. സ്തോത്രം. ഇനി നമുക്ക് വേണ്ടിയല്ല. ലോകമക്കൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. എന്നാൽ ദൈവമക്കളായ നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാകരുത്. നമുക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം ലോകമക്കൾക്ക് തുല്യം. നാം ജീവിക്കേണ്ടത് ഇത് നമുക്ക് വേണ്ടിയല്ല. നമ്മളെ ആരാണോ വിലയ്ക്ക് വാങ്ങിയത് ആ നാഥന് വേണ്ടി വേണം ഇനി നമ്മൾ ജീവിക്കുവാൻ. സ്തോത്രം. ആമേൻ. നാം ഇന്ന് നമ്മുടേതല്ല. കൊരിന്ത്യർ ലേഖനം പറയുന്നു, നാം ഇന്ന് നമ്മുടേതല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഇനി നമ്മളെ നമുക്ക് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഇല്ല. സ്തോത്രം. നമ്മളെ യേശു കർത്താവ് വിലയ്ക്ക് വാങ്ങി. ഇന്നലെ നാം കേട്ടു, ആ വയലെ ഇങ്ങ് വിലയ്ക്ക് വാങ്ങി. പക്ഷേ ഇനി വീണ്ടും നമ്മളെ നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കള്ളന്മാരാണ്. സ്തോത്രം. നമ്മൾ നമ്മുടെ പുരയിടം വേറൊരാൾക്ക് വിറ്റു. ഇന്നലെ വരെ നമ്മുടേതായിരുന്നു. പക്ഷേ വീണ്ടും ആ പുരയിടത്തിൽ കഴിഞ്ഞ മാസം ഇത് എന്റേതായിരുന്നു എന്ന് പറഞ്ഞ് തേങ്ങയിടാൻ നമ്മൾ ചെന്നാൽ നമ്മൾ ആരാ? കള്ളന്മാരാ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചിരുന്നു. ശരിയല്ലേ? എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടേതല്ല, നമ്മൾ യേശുവിനെ എന്താ വിളിക്കുന്നേ? കർത്താവേ. എന്നാൽ യജമാനൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങാണ് എന്റെ യജമാനൻ. തുടർന്ന് നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ആവശ്യമാണ്. അല്ല എങ്കിൽ പേരിന് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരും ക്രിസ്തുവിന്റെ നാമത്തിന് അപമാനവുമായി ഇന്ന് പലരും ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായി നമ്മളും മാറും. സ്തോത്രം. ഇന്നത്തെ ദിവസം പവറിന്റെ ദിവസമാണ്. ആദ്യത്തെ ദിവസം പർപ്പസിന്റെ ദിവസമായിരുന്നു. ഇന്നലത്തെ ദിവസം പ്രോസസിന്റെ ദിവസമായിരുന്നു. ഇന്ന് നമ്മൾ പവറിലേക്ക് കയറുകയാണ്. എന്നാൽ പവർ വിത്തൗട്ട് ക്യാരക്ടർ ഈസ് വെരി ഡേഞ്ചറസ്. ദൈവിക സ്വഭാവമില്ലാത്തവന്റെ കയ്യിൽ ദൈവിക ശക്തി കൊടുത്താൽ അത് അപകടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട്
ആ ദൈവിക സ്വഭാവത്തിന്റെ ക്രമീകരണങ്ങളായിരുന്നു നമ്മൾ മിനിഞ്ഞാന്നും ഇന്നലെയും കേട്ടുകൊണ്ടിരുന്നത്, ഇന്നും തുടക്കത്തിൽ കേൾക്കുവാൻ പോകുന്നത്. കാരണം ആ ദൈവിക സ്വഭാവം, ആ ദൈവിക ക്യാരക്ടർ ഇല്ലാതെ നമ്മളുടെ കയ്യിൽ ശക്തി ലഭിക്കണമെന്നാണ് എല്ലാ മനുഷ്യന്റെ ആഗ്രഹം. കാരണം തനിക്കൊന്ന് ഷൈൻ ചെയ്യാം. എന്നാൽ നമുക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയല്ല ദൈവം ഇത് തരുന്നത്. ദൈവത്തിന്റെ പർപ്പസ് നമ്മളിലൂടെ നിവർത്തിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. അപ്പോൾ പ്രിയരെ, ദൈവം ഇത് തരുമ്പോൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഒന്ന് ഒരുക്കുവാൻ തയ്യാറാകണം. ഉരുക്കി എന്നെ നീ വാർത്തെടുക്കൂ എന്ന് പറയുമ്പോൾ കർത്താവ് എന്താ ഒരുക്കാൻ പോകുന്നത്? നമ്മുടെ ശരീരത്തെ ഉരുക്കുകയില്ല. കർത്താവ് ഉരുക്കുന്നത് നമ്മുടെ ചിന്തകളെയാണ്. ദൈവത്തിനെതിരായി നിൽക്കുന്ന കൂപമണ്ടൂപക, മറ്റുള്ളവരുടെ തിന്മ കാണുന്ന, മറ്റുള്ളവരെ കുറിച്ച് തിന്മ പറയുന്ന ആ വൃത്തികെട്ട ലോക ജഡ ചിന്തയാൽ നിറഞ്ഞിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ആ മനസ്സിനെ കർത്താവ് ഒന്ന് ഉരുക്കും. ആ ചിന്തയെ കർത്താവ് ഒന്ന് ഉരുക്കും. എങ്ങനെ ഉരുക്കും? മരുഭൂമിയിലൂടെ ഉരുക്കും. നമ്മൾ ഇന്നലെ കേട്ടു, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് വിൽഡർനെസ്? മരുഭൂമിയുടെ ഉദ്ദേശം എന്താ? ആ മരുഭൂമിയുടെ കർത്താവ് ഒന്ന് ഉരുക്കും. മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുവാനുള്ള സന്ദേശം നമുക്ക് കേൾക്കാം. കർത്താവിന്റെ ദാസന്മാർ ഡിസിഷൻ എടുക്കാൻ പറയുമ്പോൾ കയ്യും പൊക്കാം. ഇതുകൊണ്ടൊന്നും മനസ്സ് മാറുകയില്ല. ഇതുകൊണ്ടൊന്നും മനസ്സ് മാറത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 15 വർഷമായല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷമായല്ലോ, എന്നിട്ടും കർത്താവേ എന്റെ സ്വഭാവം എന്താ മാറാത്തെ? ഞാൻ ഇന്ന് ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയുടെ തിന്മ മാത്രമല്ലേ കാണുകയുള്ളൂ, ആ വ്യക്തിയുടെ നന്മയെക്കുറിച്ച് ഞാനെന്താ പറയാത്തെ? എന്താ എന്റെ സ്വഭാവം മാറാത്തെ? ഞാൻ ഇന്നും എന്തുകൊണ്ടാ നുണ പറയുന്നേ എന്നൊരു ചോദ്യം നമ്മുടെ അകത്തുണ്ടാകും. നമ്മൾ പലരോടും പറയുന്നില്ലെങ്കിലും സ്തോത്ര, നമ്മുടെ അകത്ത് ആ ചോദ്യമുണ്ട്. പ്രിയരെ, എത്ര പ്രാവശ്യം ഞാൻ കൈപൊക്കിയതാണ് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. എത്ര പ്രാവശ്യം കർത്താവിന്റെ ദാസൻ വിളിച്ചപ്പോൾ ഫ്രണ്ടിലേക്ക് ഞാൻ ഓടിച്ചെന്നതാണ്. എത്ര പ്രാവശ്യം കർത്താവിന്റെ ദാസൻ എന്റെ തലമേൽ കൈവച്ചതാണ് എന്നിങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാറ്റം വന്നില്ല? പ്രിയരെ, പ്രസംഗം കേട്ടതുകൊണ്ട് മാറ്റം വരില്ല. അത് മാറ്റം വരാൻ ഒരു മാർഗം മാത്രമാണ്. കൈ പൊക്കിയതുകൊണ്ട് മാറ്റം വരില്ല. ഡിസിഷൻ എടുത്തതുകൊണ്ട് മാറ്റം വരില്ല. എടുത്ത തീരുമാനം നടപ്പിലാകണമെങ്കിൽ ഒരു മരുഭൂമി ആവശ്യമാണ്. ആ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ഈജിപ്തിന്റെ സ്വഭാവത്തെ, ലോക സ്വഭാവത്തെ കർത്താവ് ഉരുക്കുന്നത്. തുടർന്ന് പുതിയ സ്വഭാവത്തെ നമ്മുടെ ഉള്ളിൽ ഇൻപുട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, കഷ്ടം സഹിക്കുവാനുള്ള മനോഭാവം നീ ആയുധമായി എടുത്തുകൊള്ളണം. അത് നീ ആയുധമായി എടുത്തുകൊള്ളണം. നിങ്ങൾ ലോകത്തിൽ ഇത് കേൾക്കുകയില്ല. ലോകത്തിൽ നിങ്ങൾ കേൾക്കുന്നത് ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ കേൾക്കുന്നത്. ഭൗതിക അനുഗ്രഹങ്ങളെ എത്ര പ്രാപിച്ചാലും മനുഷ്യന് തൃപ്തി അടയില്ല. ആ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് നിത്യജീവനിൽ ഒരു പ്രയോജനവുമില്ല. ആമേൻ. നമുക്ക് ലോകത്തിൽ ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് പ്രിയരെ നിത്യജീവനിൽ ഒരു പ്രയോജനവുമില്ല. എന്നാൽ ലോകത്തിൽ ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആത്മീയ അനുഗ്രഹം കൊണ്ട് സ്വർഗത്തിൽ പ്രയോജനമുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ പോലെ ഉള്ളതെല്ലാം ട്രേഡ് ചെയ്ത് സ്വർഗീയ സമ്പാദ്യമാക്കിക്കൊള്ളുക. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കുക, ആ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മളുടേതായ ആ വൃത്തികെട്ട സ്വഭാവം മാറുകയുള്ളൂ. എന്നാൽ ആ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ട എങ്കിൽ യേശുവിന്റെ മുഖം എടുക്കണ്ട, നമുക്കതിനെ തട്ടിക്കളയാം. നമ്മൾ ഒരിക്കലും വളരുകയില്ല, നമുക്കൊരിക്കലും മാറ്റം വരികയില്ല.
പ്രിയരെ, ആ രാജകീയ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രാജാവിന്റെ കയ്യിൽ ആയുധമുണ്ടാകണം. ഒരുപക്ഷെ എന്നെ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നു ഉള്ളവരുണ്ടാകാം. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, നിങ്ങളുടെ അകത്ത് ലോകം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം പ്രസംഗിച്ചാൽ നിങ്ങൾ സന്തോഷിക്കും. കാരണം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങളെല്ലാം എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ലോകത്തിൽ നാം പോയി പറയേണ്ട സുവിശേഷം ചർച്ചിന്റെ ഉള്ളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും. മനസ്സിലായില്ല? ലോകത്തിൽ ഇറങ്ങുമ്പോൾ ലോകമക്കളോട് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം വിളിച്ചു പറയണം. എൻട്രൻസ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങളെല്ലാം കർത്താവ് യേശുവിന്റെ അടുക്കൽ വരുവിൻ, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു പറയേണ്ടത് ലോകത്തിലാണ്. എന്നാൽ ചർച്ചിനുള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ദൈവദാസന്മാർ ചെയ്യേണ്ടത് സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു വരണം. നിങ്ങൾ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. സ്തോത്ര. അല്ല എങ്കിൽ ചർച്ചിലെ ജനങ്ങൾ എന്നും ശിശുക്കളായിരുന്നു കൊണ്ട് അവർക്ക് ക്യാരക്ടർ ഇല്ലാതെ, ദൈവിക സ്വഭാവമില്ലാതെ കൈയടിച്ചും പാട്ടുപാടിയും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇന്ന് അനേക ചർച്ചകളില് കർത്താവിന്റെ വലിയ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയുണ്ട്. അന്യഭാഷയുണ്ട്, പാട്ടുണ്ട്, പക്ഷെ ദൈവത്തിന്റെ സ്വഭാവമില്ല, ക്രിസ്തുവിന്റെ ക്യാരക്ടറില്ല, സഹിക്കാനുള്ള മനോഭാവമില്ല, ക്ഷമിക്കാനുള്ള മനോഭാവമില്ല. ഇന്നലെ എനിക്കൊരു ടെലിഫോൺ വന്നു. ഭയങ്കര ഉപവാസമാണ്, 21 ദിവസം ഉപവാസ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയമ്മയും മരുമോളും പോവുകയാണ്. പക്ഷെ അമ്മായിയമ്മയും മരുമോളും പരസ്പരം കയ്പും വെച്ച് മിണ്ടാതെ തല്ലുപിടിച്ച് നടക്കുകയാണ്. എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൂരെ ഒരു നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിക്കുക, എനിക്ക് സമാധാനമില്ല. എന്റെ അമ്മയും മരുമോളും എന്റെ ഭാര്യ എവിടെയാ പോകുന്നേ? വീണ്ടെടുക്കപ്പെട്ട സഭയുടെ കൂട്ടത്തിന് നടുവിലിരിക്കുകയാണ്. അവരിപ്പോ എന്ത് ചെയ്യുക? 21 ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ആരോട്? കർത്താവിനോട് പ്രാർത്ഥിക്കുക. എന്നാൽ മനസ്സിൽ എന്താ വെച്ചുകൊണ്ടിരിക്കണേ? പരസ്പരം കയ്പ്, ദൈവിക സ്വഭാവമില്ല, ദൈവിക ക്യാരക്ടറില്ല. അമ്മായിയമ്മ മരുമോളോടൊന്ന് കോപിച്ചാൽ ക്ഷമിക്കാൻ മരുമോൾക്ക് കഴിയത്തില്ല. അമ്മായിയമ്മയുടെ മുമ്പിൽ താണു കൊടുക്കാൻ മരുമോൾക്ക് കഴിയത്തില്ല. മരുമോൾ ഒന്നും അറിവില്ലാത്തവളാണ്, അവളെ ഒന്ന് ക്ഷമിക്കാൻ അമ്മായിയമ്മയ്ക്ക് കഴിയത്തില്ല. എന്തുകൊണ്ട്? ഇതിന്റെ ഉള്ളിലെ ലോകം ഇതുവരെ പോയിട്ടില്ല. എന്തുകൊണ്ട് ലോകം പോകുന്നില്ല? സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗം ലേഖനങ്ങളിൽ പ്രസംഗിക്കുന്നത് അപ്പസ്തോല പ്രവൃത്തിയിലല്ല. അപ്പസ്തോല പ്രവൃത്തി ലോകത്തിൽ പോയി പറയാനുള്ളതാണ്. എന്നാൽ ലേഖനങ്ങൾ ചർച്ചിന്റെ ഉള്ളിൽ ദൈവ മക്കളോട്, വീണ്ടും ജനിച്ച ദൈവമക്കളെ അറിയിക്കാനുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പുതുക്കി രൂപത്തിന് അന്തരം വരുത്തണം. ആമേൻ. കഷ്ടം സഹിക്കുന്ന മനോഭാവം നിങ്ങൾ ആയുധമായി എടുക്കണം. യേശുവിന്റെ മുഖമേറ്റ യേശുവിനോട് പഠിക്കണം. അല്ലാതെ നിങ്ങൾ ലോകത്തിൽ പഠിച്ചത്, ഈ ലോകത്തിൽ പഠിച്ചത് സഭയ്ക്കുള്ളിലും ലോകത്തിലും ചെയ്യരുത്. നിങ്ങളെ കാണുന്നവൻ യേശുവിനെ കാണുവാനിടയാകണം. ക്ഷമിക്കുന്ന മനോഭാവം നിങ്ങൾക്ക് വേണം. സ്തോത്ര. നിങ്ങൾ ചർച്ചിന്റെ ഉള്ളിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ, നിങ്ങൾ ചർച്ചിന്റെ ഉള്ളിൽ, സഭയിൽ, ലോകത്തിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ, ഇനി നിങ്ങൾ ലോകത്തിലുള്ളവരെ പോലെ ഞാൻ വലിയവനെന്നുള്ള ഭാവമില്ല. ശിഷ്യന്മാർ ആ ഭാവം കൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ഒരിക്കൽ കടന്നു വന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ? കർത്താവ് പറഞ്ഞു, നിർത്തി പരിപാടി, ഇത് ലോകമാണ്, ഇത് ലോകമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ മഹാനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം.